അടുത്തത് ചിങ്ങക്കൂറാണ്, ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറിനെ പറയുന്നത്. ഭാവം കൊണ്ട് 11 വ്യാഴമാണ്. 5-ാം ഭാവത്തിൽ ധനുവിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്ന കാലമാണ്. കേതുവിൻ്റെ ലഗ്നത്തിൽ കേതു ഉണ്ട് എന്നുള്ളതിൻ്റേതായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളും ഒക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളും അതുപോലെ അത്യധികമായിട്ടുള്ള ഉഷ്ണം ഒക്കെ ഉണ്ടാകുന്നതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അവരവരുടെ പ്രതിഭ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാലവും കൂടെയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ അഥവാ സർക്കാരിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അഥവാ അങ്ങനെയുള്ള സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഫലം സഹായം കിട്ടേണ്ടവർക്കത് കിട്ടാവുന്നതാണ്, ജോലി സംബന്ധമായിട്ടും ഒക്കെ നോക്കിയാൽ. ധനപരമായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. അനാവശ്യ ചിലവുകൾ ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. അങ്ങനെ ഉള്ളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടം കൂടാൻ സാധ്യതയുണ്ട്.